ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഡി മണിക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ SITക്ക് സാധിച്ചില്ല. ഡി മണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ SIT റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തി. ഡി മണിയെ പ്രതി ചേർക്കാൻ മതിയായ തെളിവുകളില്ലെന്നാണ് SITയുടെ നിലപാട്. സ്വർണ്ണക്കവർച്ച കേസിൽ മുരാരി ബാബു, A. പത്മകുമാർ, ഗോവർദ്ധൻ എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷകളിൽ തിങ്കളാഴ്ച ഹൈക്കോടതി ഒരുമിച്ച് വാദം കേൾക്കും. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കവർച്ചയെ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന നിലയിൽ ഉയർന്നുകേട്ട പേരായിരുന്നു ഡി മണിയുടേത്. എന്നാൽ ഡി മണിക്ക് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധമില്ലെന്നും കേസിൽ പ്രതിയാക്കാൻ മതിയായ തെളിവുകളില്ലെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. ഡി മണിയെയും പ്രവാസി വ്യവസായിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുണ്ട്. പഞ്ചലോഹ വിഗ്രഹം കടത്തിക്കൊണ്ടുപോയ വകയിൽ ഡി മണിയും ശബരിമലയിലെ ഭരണ ചുമതലയുള്ള ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും 2020 തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടത്തിയതായും പ്രവാസി വ്യവസായി മൊഴി നൽകിയിരുന്നു. എന്നാൽ ഡി മണി തിരുവനന്തപുരത്ത് എത്തിയത് വ്യക്തിപരമായ ആവശ്യത്തിനാണെന്നാണ് SITയുടെ റിപ്പോർട്ട്. അതേസമയം ഡി മണിക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മണിക്ക് പഞ്ചലോഹ വിഗ്രഹം എടുത്തുകൊടുത്തെന്ന് പ്രവാസി വ്യവസായിയുടെ മൊഴിയിലുള്ള ശബരിമലയിലെ ഭരണ ചുമതലയുള്ള ഉന്നതനിലേക്കും SITയുടെ അന്വേഷണം എത്തിയിട്ടില്ല. അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികളായ മുരാരി ബാബു, A. പത്മകുമാർ, ഗോവർദ്ധൻ എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷകളിൽ തിങ്കളാഴ്ച ഹൈക്കോടതി ഒരുമിച്ച് വാദം കേൾക്കും. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി SITയുടെ റിപ്പോർട്ട് തേടി. ജനം, കൊച്ചി.